തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. കൈകൾ ഉയർത്തി നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധനേശ്വര ആരാധന യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധനയുടെ നിമിഷങ്ങളൊക്കെ കർത്താവേ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ എന്നും ഞങ്ങളുടെ പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങൾ പ്രത്യേക അഭിഷേകത്താൽ സാഹചര്യങ്ങളെ ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെയും കർത്താവേ അങ്ങയെ മനസ്സിലാക്കുവാനുള്ള ചവിട്ടുപടികളായി തീരുവാൻ ഞങ്ങളുടെ ഉടമ്പടിയെ അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടും അഭിഷേകത്തോടും കൂടി പാടാം. കരങ്ങളടിച്ച് പാടാം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഒരുമിച്ച് പാടാം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. ആരാധനേശ്വരൻ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ അഭിഷേകം നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അങ്ങയോട് അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉടമ്പടിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സഹായകമായി ആരാധനയുടെ നിമിഷങ്ങൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ കരങ്ങളടിച്ചുകൊണ്ട് പാടാം. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൽ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിന്നൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിന്നൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വിഷയവുമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്താനുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിൽ അനുഭവമില്ലാത്ത കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങളിങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടി തന്നതിൻ്റെ കാരണം ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടക്കുന്നു. അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം 2015 ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ, അത് 10ാം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പഞ്ഞമില്ലായിരുന്നു, ആൾക്കാർക്ക് കുറവില്ലായിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 ആദ്യമായിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി. അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയണത്. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ്? കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അപ്പോൾ കുടുംബം അതിനകത്തുണ്ടേ. അപ്പോൾ കുടുംബത്തെ ഓറിയൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അമ്മ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത്
അതിനകത്ത് ജോലി, വീട്, വിവാഹം. നിങ്ങളവർക്കും എപ്പോഴും അവർക്ക് എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പറയണത് എന്താണ്? മാനുഷ്യമായ വിഷയങ്ങൾ തന്നെയാണ് പറയണത് എല്ലാം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയണത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ്. കാര്യം കുടുംബം തകർച്ച നേരിടുന്ന, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത്. പിന്നെ ഉടനെ ചിക്കൻ ഗുനിയ ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു. പിന്നെ 2018 വന്നപ്പോൾ പ്രളയം വന്നു. 19 കോവിഡ് വന്നു. ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു. അപ്പം ഞാനും ആ ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത്. പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് കിടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ 2015 ആ വെളിപാട് പ്രത്യക്ഷീകരണം, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്. അപ്പോൾ കുടുംബമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് ഞാൻ വിചാരിച്ചത് പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താ ഈശോ പറയണത്? പ്രകൃതി ദുരന്തം മാത്രമല്ല, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ? ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിൽ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കാര്യമില്ല. പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു. ഇപ്പം ചില ആൾക്കാരെ വണ്ടി ഇടിച്ച് ചാകട്ടെ, അതിലും പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ല, കുഞ്ഞുങ്ങളും പോയി, എനിക്കാരുമില്ല, പിന്നെ ചത്താലെന്താ? മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറിയാണ്. നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം. രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എനിക്ക് ഒരമ്മ രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കണ്ണടയുന്നവരെ എൻ്റെ വരെ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. കുടുംബമാണ് പ്രശ്നം. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ്. ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തട്ടണത്. യൂറോപ്പൊക്കെ നേരത്തെ തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു. കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു. ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. കുടുംബം തകർന്നു അവിടെ. അപ്പോൾ എന്ത് പക്ഷേ കഴിഞ്ഞാൽ കുടുംബം തകർന്ന് പള്ളി തകരും, അതുപോലെ തന്നെ സഭ തകരും, എല്ലാം തീരും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലമാടനിടയ്ക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ്, അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാരെ കമ്പനി അടിക്കുകയാണ്. അറിയാൻ പാടില്ല, ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാണ് ഇവിടെ നാട്ടിലിരുന്നുകൊണ്ട് കൃതിക്കാണ്. അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. എടുക്കാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ, ടെൻഷൻ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാഷ് ഉണ്ടാകും. പക്ഷേ അത് 10% പക്ഷേ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു 50% വരെ ചെല്ലും. എന്താ കാര്യം? ഈ അകന്നിരിക്കുമ്പോഴുള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ്. നോട്ട് ബോഡി റിലേഷൻ, നോട്ട് മെൻ്റൽ റിലേഷൻ. സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുമ്പോൾ ബോറടിക്കത്തില്ല മനുഷ്യന്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കും. നമുക്കിട്ട് വന്ന് നമ്മൾ തിരിച്ചടിക്കാൻ വല്ലതും പറ്റുമോ? ബോറിനിട്ട് അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും. അപ്പോൾ എപ്പോഴും കടമാണ്, പണം വേണം, കടമാണ്, ശമ്പളം കിട്ടിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനേ ഉണ്ടാകത്തുള്ളൂ. ഫൈനാൻസ് റിലേഷൻ,
അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബക്കാരും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറാപ്പശായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. NRIയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും, മമ്മി വിളിക്കും, പിള്ളേർ വിളിക്കും, ചിടുങ്ങി വിളിക്കും, കിടുങ്ങി വിളിക്കും, കുടുങ്ങി വിളിക്കും. എന്തായാലും കാശാണ് പ്രശ്നം. അയാൾക്കറിയാമല്ലോ, അത് കുറേ അഭ്യാസമൊക്കെ അറിയാമല്ലോ. ഈ കിടുങ്ങി കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലേ വന്ന് നിൽക്കത്തുള്ളൂന്നറിയാം. പൂച്ചയെ എങ്ങനെ പിടിച്ചടങ്ങിയാലും 4 കാലേ വന്ന് നിൽക്കും. എന്ത് സംസാരമായാലും അവസാനം കാശേ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ? അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന്? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും. മനസ്സിലാകുന്നില്ല. അപ്പം ഇവിടുത്തെ കേമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നുള്ളതിൽ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സത്യമുണ്ട്. കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചെല്ലണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റേ കിട്ടത്തുള്ളൂ അവർക്ക്, 2 പേർക്ക് കിട്ടണ്ടില്ല സമയം. അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത്. ഒരേ ജോലി, PR അല്ലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടാം. പക്ഷേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസം താത്വികവുമായിട്ടും ആശയപരവുമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ള, വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട്. ഇൻബിൽട്ടാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം. അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടൻറ്റ് വൈസ് അങ്ങനെ മുട്ടയുടെ വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ചുവന്നക്കാർ കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും. അതാണ് എൻ്റെ തീർന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത്. ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത്. അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം. വിശ്വാസത്തെ നേരിട്ട് ടാർഗറ്റ് ചെയ്താൽ പറ്റത്തില്ല. വിശ്വാസം ഒരു റിസൾട്ടാണ്. വിശ്വാസം റിസൾട്ടാണ്. എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്നേഹത്തെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാടതാണ്. എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇപ്പം സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ഒരു അപ്ലൈഡ് ഫെയ്ത്തിലേക്ക് വരത്തില്ല. പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം. അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ, നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം. വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം? ദൈവമായിട്ട് ഓക്കെ ആകണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുല ഉണ്ട് മുഴുവനും. അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം. ഉടമ്പടിയിൽ വരുമെന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇടിപെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും. ഉടമ്പടിയിൽ ദൈവമായിട്ടുള്ള ഇപ്പം ചെറിയ പറഞ്ഞു, ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ. ഇപ്പം ഇന്നലെയൊക്കെ പറയണ നല്ല ചെറുപ്പകാലത്തൊക്കെ വന്നപ്പോൾ ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞു, നല്ല വെയിലായിരുന്നു, വേറെ തൊലിച്ചു,
ഞാൻ 10 രൂപ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ട ഒരാൾ എന്നെ കളിയാക്കിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി. കൊന്തയിട്ടവൻ ചിലപ്പോൾ അവൻ കൊന്തയിട്ടോണ്ട് നിൽക്കായിരിക്കും, പിശാചിനും കൊന്തയിടാവില്ല. അതിനകത്ത് കാര്യമില്ല. എന്ത് മതം പിശാച് കൊന്തയിട്ട് നടക്കണം, അതല്ല കാര്യമില്ല. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടായി. അപ്പോൾ എന്നാ ചെയ്ത്? അപ്പം അത് നിസ്സാര മാത്രമേ ഉള്ളൂ. അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാചിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയാണ്. അതിനെ നീ അതിജീവിക്കണം. എന്നുവെച്ചാൽ എന്തതിജീവിക്കണം എന്നാണ്? വിശ്വാസം അതിജീവിക്കണം എന്നല്ല, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട പിശാചത്തിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം. ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അച്ഛൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരമായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എന്ത് പറയും? എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 20-1000 പേരുണ്ടെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ചിലർക്ക് 2 മാർക്ക്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ ഉത്തരത്തിന് ചിലക്ക് 2 മാർക്ക്, ചിലക്ക് 6 മാർക്ക്, ചിലക്ക് 8 മാർക്ക്, ചിലക്ക് 9 മാർക്ക്. അതിൻ്റെ വ്യത്യാസം നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? പിന്നെ എന്തിനാ മാർക്ക് വ്യത്യാസം ഉണ്ടാകണത്? അത് ചിലർ ബോധമില്ലാതെ പറയും, ചിലർ യാന്ത്രികമായിട്ട് പറയും, ചിലർ വിശ്വാസത്തോടെ പറയും, ചിലർ സ്നേഹത്തോടെ പറയും. അതിനാ മാർക്ക് വേണ്ടത്? സ്നേഹത്തോടെ പറയുന്നതിനാണ് മാർക്ക് 9 മാർക്ക്. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹത്തോടെ ജീവനേ സുന്ദരമേ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധ വേണ്ടത്, പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്.
എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്, സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിന് കൈമാറിയത്, സ്നേഹത്തോടെയാണ് ഞാൻ ഉടമ്പടി വിശ്വാസം പ്രയോഗത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പദ്ധതികളും പ്രക്രിയകളും ഞാൻ നിറവേറ്റുമ്പോൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഇത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത്. ഞാൻ വന്ന വഴിയൊന്നുമല്ല, ബൈബിളിലുള്ള എല്ലാം ഈ ടൈപ്പാണ്. ഇന്നലെ കെസ്സിയ എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പനെ ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇയർ ബാലൻസിന് അപ്പോൾ കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃപയും കീടമൊക്കെ ഇട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണം നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസേന നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിനക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പൊ കെസ്സിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസ്സിയോട് പറഞ്ഞത്, ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യം കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടേണ്ട മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ, സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല. ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ.
അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണ്ണമാണ് എനിക്കെന്ന്. സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ വില കുറഞ്ഞ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത്, ദൈവം ചോദിക്കണം എങ്ങനെ സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്, നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്? നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവത്തിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെ. എന്ത് പ്രശ്നം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷേ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവത്തിരുസന്നിധിയിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനൻറ്റ്, അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പോൾ കെസിയായോട് പറഞ്ഞത് എന്താണ്, ഡോക്ടർ പറഞ്ഞത് എന്താണ്, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ? അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ ചിലർക്ക് വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൂടിയാൽ, അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ? അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിന്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവതിരുസേന നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവതിരുസേന നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, തുല്യം ചെയ്യാൻ ഉടമ്പടി എടുത്തപ്പോൾ അപ്പായോട് പോരുത്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളിലേക്ക് തൂക്കുകട്ടെ വടിന് പോകേണ്ട കാര്യമില്ല, പെരപണിക്ക് ഇനി പോകാൻ പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം കേട്ട്. പ്രസംഗം എന്താ പറയണത്?
നിങ്ങൾ ഉടമ്പടിക്കാലത്ത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് ദൈവസ്വരമായിട്ട് ശ്രദ്ധിക്കണമെന്ന്, ദൈവം അവരിലൂടെയും നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരിലൂടെ അത് ഇവർക്ക് അഭിഷേകമായിട്ട് തോന്നി. എന്നുവെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ദൈവസ്വരമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഉടനെ ഇവളെ കേൾക്കണത് എന്താണ്? അപ്പായെ വീണ്ടും ആൾക്കാർ വന്ന് പെരപണിയാൻ വിളിക്കണതാണ്. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇനി മറ്റുള്ളവർ പറയണത് നീ കേൾക്കണം, അവരിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് വന്നില്ല. അപ്പോഴേ ഇവൾക്കത് അഭിഷേകമായി. ഈ അഭിഷേകം എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിനും മറ്റുള്ളവരുടെ വചനത്തിനും നമ്മൾക്ക് ക്യാച്ച് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടിൽ ഓൺലൈനായിട്ട് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കണം. ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർശന വരം ഉള്ളവർക്ക് ദൈവം തരേണ്ട ഒരു വരമാണ്. വ്യാഖ്യാന വരം ഉള്ളവർക്കും വിവേചന വരമെന്ന് സംഭവമുണ്ട്. ആ കരിസ്മാറ്റിക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് അതായത് അതിനകത്ത് പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അത് കഴിഞ്ഞിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം വരുമ്പോഴാണ് ഇത് വരണത്, വിവേചനം വരണത്. പക്ഷെ ഉടമ്പടിയിൽ നീ ഉടമ്പടിയുമായിട്ട് നീ കർത്താവിൻ്റെ ഐക്യത്തിലായത് കാരണം ഈ ദാനങ്ങളെല്ലാം നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനുപാതികമായിട്ട് നിനക്ക് വിവേചനം വരം കൂടി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ കെസിയുടെ സാക്ഷ്യത്തിന്റെ വചനങ്ങളെ നോക്കിയിട്ട് വീണ്ടും വീട് പണിയാനും തൂക്കക്കട്ടയുമായിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇവിടെ കയറണത്. ഇവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് സന്ദേശം ചോദിക്കാൻ വേണ്ടി വചനം ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലുള്ള എല്ലാവരും തന്നെ വചനത്തിലൂടെ ആൾക്കാർ കർത്താവിനോടൊക്കെ ഒന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനനിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനനിൻ്റെ ഭാഗമാണ്. ആര് കവനൻ്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും. അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല, പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ, അപ്പോൾ അത് ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിന് പറ്റുന്ന വചനം കർത്താവിക്ക് തന്നു. അത് സക്കറിയയുടെ വചനമാണ്. ഞാൻ വായിച്ചിട്ടില്ലാത്ത വചനമാണത്. ഇപ്പം കാണിച്ചുകൊണ്ട് ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സക്കറിയ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. നെക്സ്റ്റ് ലൈൻ. ജെറുസലേമിൻ്റെ മേൽ അളവ് ചരവ് പിടിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണമാകും. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്
ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി, ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട് അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയവും അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന റീസ്റ്റേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8,000 കേട്ടോ. 8,880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8,850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ന്റെ 7-ാമത്തെ സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഇപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയണത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈശോ ചോദിക്കുന്നത്, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? അപ്പം വിശ്വാസം അല്പമായാൽ സംശയം കൂടിയിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ആരാധന. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ പിടിച്ചുകൊണ്ട് ആര് പിടിച്ച കാര്യം പറയണേ? പത്രോസിനെ. അപ്പം ഉടനെ അതായത് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. കർത്താവ് കടലിൻ്റെ മീതെ രാത്രി വരുന്ന ഭാഗമാണിത്. അപ്പം കടലിൻ്റെ മീതെ കർത്താവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് പത്രോസ് ഒത്തിരി സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലോർഡ് ഇറ്റ് ഈസ് യു ഇഫ്, അതായത് നീയാണ് എങ്കിൽ എന്നോടും ഈ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ കൽപ്പിക്കുന്നത്. ഈ പത്രോസ് ഈശോ കടലിൻ്റെ മീതെ വരുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് വരണത്. അപ്പം ഈശോ കണ്ടപ്പോൾ വേറെ ആർക്കും തോന്നാത്തൊരു കൊതിയല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം, സ്നേഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതായത് ഭയങ്കര, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിയ ദിവസം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ്. അപ്പോൾ സ്നേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ പത്രോസിന് സ്വാതന്ത്ര്യം കൂടുതലാണ്, കാര്യം സ്നേഹം കൂടുതലാണ്. അപ്പോൾ കടലിൻ്റെ മീതെ കർത്താവെ കണ്ടപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അധികാരമുണ്ടല്ലോ. പറഞ്ഞ്, കർത്താവേ നീയാണതെങ്കിൽ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ എന്നോട് പറയാൻ പറയും, എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ചിന്തിക്കാൻ പറ്റുന്ന അല്ല, ശരിക്കും അത്രയും കൂടുതലാണ്. പക്ഷേ ഈ സ്നേഹത്തിലാണ് ഇവൻ ഈ യാത്ര ചെയ്യണത്. കടലിൻ്റെ മീതെ, വിശ്വാസത്തിലല്ല. കടലിൻ്റെ മീതെ കർത്താവ് പത്രോസ് യാത്ര ചെയ്യും കർത്താവിൻ്റെ അടുത്തേക്ക്, അത് സ്നേഹത്തിലാണ് യാത്ര ചെയ്യണത്. പക്ഷെ കാലം നനഞ്ഞ് കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് സ്നേഹം മറന്നുപോയി. അപ്പോൾ ഉടനെ ഇവൻ ഡുമ്പെന്ന് പറഞ്ഞ് താഴേക്ക് വരും. ഉടനെ കർത്താവ് ഉടനെ കയറി പിടിക്കുക പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്പവിശ്വാസി. എന്താണ്? അപ്പോൾ അല്പ സ്നേഹമുള്ളവരെന്നല്ല, അതായത് സ്നേഹമാണെങ്കിൽ എന്താ ചെയ്യണത്? അങ്ങോട്ട് പോകണം. നമ്മുടെ യാത്ര എപ്പോഴും വിശ്വാസത്തിലല്ല യാത്ര, പിന്നെന്താണ്?
സ്നേഹത്തിലാണ് യാത്ര. അപ്പോൾ ഒരു ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, അവളുടെ പട്ടയം എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയം എന്ന് പറഞ്ഞ ബാങ്കുകാരെടുക്കത്തില്ല. അപ്പോൾ അവൾ ഉടമ്പടി വെച്ചിരിക്കണത് പട്ടയ ഭൂമി, പുറമ്പോക്കിൻ്റെ പട്ടയ ഭൂമി താമസിക്കാനുള്ള ഗവൺമെൻറ് ഒരു ടെമ്പററി പെർമിറ്റാണ് ഉള്ളത്. അത് ബാങ്കുകാർ ഈടായിട്ട് എടുക്കണം. അതിനുവേണ്ടിയാണ് ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് വേറെ മാർഗമില്ല. പുറമ്പോക്കിൽ താമസിക്കുന്ന എനിക്ക് പുറമ്പോക്കിലെ പട്ടയഭൂമി ടെമ്പററി പെർമിറ്റുള്ള താമസിക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം അത് ഞങ്ങൾക്ക് ബാങ്കിൽ ഈടായിട്ട് വെക്കണം. പണിയാണ്. അതിന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ത് ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്? അത് വിശ്വാസത്തിലല്ല ചെയ്തിരിക്കുന്നത്, സ്നേഹത്തിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള സ്നേഹത്തിൽ. നമ്മുടെ യാത്ര, ഉടമ്പടി യാത്ര എപ്പോഴും സ്നേഹത്തിലാണ്. എന്തുമാത്രം ആൾക്കാരാണ് 100 മേനിയും കൊയ്യണത്. ആരാ കൊയ്യണത്? ഈ വിശ്വാസികളല്ല കൊയ്യണത്, സ്നേഹക്കാരാണ് കൊയ്യണത്. അവരങ്ങനെ കണ്ണുപൊട്ട് ദൈവത്തിലങ്ങനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പോയേ. അതാണ് കർത്താവ് ചോദിക്കുന്നത്. അതായത് എന്നിട്ട് ഇവിടെ കൊണ്ട് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവളോട് മാതാവ് സ്വപ്നത്തിൽ പറയും, അല്ല 2 ദിവസം കഴിയുമ്പോൾ ആ സാക്ഷ്യം നമ്മൾ ഈ ആഴ്ചയിലുള്ള സാക്ഷ്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ മനോരമയിൽ ഒരു വാർത്ത വരും. എന്താ വാർത്ത വരുന്നത്? അതായത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഈട് വെക്കാമെന്നും പറഞ്ഞ് വാർത്ത വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ പോക്ക് കണ്ടില്ലേ? ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് എന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളത് ആനുഷംഗികമായിട്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന സംഭവം. സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണത്? വചനത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നീ ഈ രാജ്യത്തിൻ്റെ നിയമം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ മാറ്റുമെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തോതെന്ന് പറയണത് സ്വന്തം പുത്രനെ വരെ നൽകുന്ന തോതാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന. ഇതെന്ത് സംഭവിച്ചാലേ അതിനുശേഷം പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് ലോണാക്കും, അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സ്റ്റോറി തുടങ്ങണത് എങ്ങനെയാണ്, ഇതിങ്ങനെ സ്റ്റോറി പുരോഗമിക്കണത് എങ്ങനെയാണ്? ഇതെല്ലാം 10 ദിവസം കടലിൻ്റെ മീതെ സ്നേഹത്തോടെ യാത്ര ചെയ്ത പോലുള്ള ഉടമ്പടി യാത്രയാണ് ഈ സംഭവം. ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മാതാവ് ഇവരോട് പറയും, കമ്മ്യൂണിക്കേഷൻ മാതാവ് പറയും, നീ ചെന്ന ആ കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ പറയും. കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ. എന്നിട്ട് ഇവിടെ മാതാവ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ബാങ്കിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ 15,000 രൂപയെ അടച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കടമായിട്ട് കിടക്കുകയാണ്. അപ്പോഴിവിടെ വന്നപ്പോൾ ഡോക്ടർ എന്താ മാനേജർ ചോദിക്കും, എന്തിനാ വന്നത്? അതാ പട്ടയം തിരിച്ചു തരാം. ആ തരാവേ, ആ മൊത്തം കാശ് അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചമ്മി പോകും. അപ്പോൾ മാതാവ് ഞാൻ ചമ്മിയല്ല, നീ പറഞ്ഞിട്ട് അത് പറഞ്ഞോളൂ ശരിയാണല്ല, പൈസ നടക്കാതെ എങ്ങനെ പട്ടണം തന്നെ. ഇവള് മാനേജറിൻ്റെ പട്ടം ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാനേജർ വിളിക്കുകയും പറയും, ആ കുഴപ്പമില്ല പട്ടയം കൊണ്ടുപോയി കൊള്ളാൻ പറയും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലക്ക് മരവിപ്പിച്ചു പോകും. ശരിയാ സംഭവം. ഉടനെ മാനേജർ ഇവർക്ക് പട്ടയം കൊടുക്കും. അതായത് നമ്മൾ ഉടമ്പടി വിഹിതമായിട്ട് ഇവളോടാണ് പറഞ്ഞിരിക്കണത്, പോയി പട്ടയം മേടിച്ചോളാം, പൈസ അടച്ചിട്ടില്ല. ആദ്യം ഈ പട്ടയം അടക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യനാണ് നീയെങ്കിലും നീ അനുഭവിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ പോലും അസാധാരണമായിട്ടാണ് ഉടമ്പടി ദൈവം ഇടപെടണത്. കൈ ഇടിച്ചു സുഖട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ വർദ്ധിക്കുവാൻ യേശുവൻ കൂടെയുണ്ട്.
പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പോൾ ഇതിൻ്റെ വിഷയം വരണത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അഗൈൻ. അല്പവിശ്വാസി നീ സംശയിച്ച് എന്തിനാ ശ്രുതിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി, ഉടനെ ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് വിശ്വാസവും സംശയവും ഒരുമിച്ച് വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? വിശ്വാസം കുറഞ്ഞാൽ സംശയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യണോ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? ഈ പത്രോസ് ആദ്യം ഈ ആക്ഷൻ കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരിലുള്ള? യേശുവിലുള്ള സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ എല്ലാം നടക്കണ ഇതാണ്. ഈ ഉടമ്പടിയിൽ ആൾക്കാർ ഹാർവസ്റ്റ് ചെയ്യുന്ന എല്ലാം വലിയ സ്നേഹിതന്മാരുമാണ് ദൈവത്തിൻ്റെ ഹാർവസ്റ്റ് ചെയ്യണത്. അത് കെസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെസിയുടെ അപ്പൻ ജോലിക്ക് പോകും, പഴയതുപോലെ ആവും. പഴയതുപോലെയായി കുറച്ച് കാലം കഴിയുമ്പോൾ കെസിയുടെ മകനെ കുഞ്ഞിനെ അതിനെ ഉടമ്പടിയിലുള്ളതാണത് ആ വിഷയം. അതാണ് ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ കൊച്ചു നിരങ്ങണില്ല, നിൽക്കണില്ല, നടക്കണില്ല. അപ്പോൾ നിരങ്ങത്തുമില്ല, നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കൊച്ച് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് നടക്കണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൊച്ചിനൊരു മാറ്റമില്ല. പക്ഷേ കൊച്ചിന് മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഉഴപ്പണില്ല. പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം അതാണ്. അവർ ഉടമ്പടി വെച്ച കാര്യത്തിന് നീക്കുപോക്കില്ലെങ്കിൽ ദൈവം പോലും അറിയാത്ത രീതിയിൽ ഇവർ ന്യൂട്രായിട്ട് ഉടമ്പടി ചവിട്ടി പിടിക്കും. ഒന്നെങ്കിൽ രാവിലെ കൊടുക്കാണ്ട ഉടമ്പടി വെയിൽ താറട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ പത്രം കൊടുക്കേണ്ടതാണ്. ചില ആൾക്കാർ വെയിലത്താണെങ്കിലും പത്രം കൊടുക്കും. ചില ആൾക്കാർ പറയും വെയിൽ താറട്ടെന്ന് പറയും. വെയിലും താറട്ടുമ്പോൾ ഞങ്ങളുടെ പത്രം ആറ്റിക്കൊണ്ടങ്ങനെ ഇരുന്നപ്പോൾ പറയുമ്പോൾ അപ്പോൾ വെയിൽ താറും. അപ്പോൾ ആരെങ്കിലും കൂടെ കൂട്ട് വരട്ടെന്ന് പറയും. ഇങ്ങനെ വാദപ്പനിക്കാർ ഒത്തിരി പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയാമല്ലോ ഇതിൻ്റെ അകത്തെല്ലാം സ്നേഹം അളക്കപ്പെടും. ചില ആൾക്കാർ വെയിലെങ്കിൽ വെയിൽ കർത്താവിൻ്റെ ജോലിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറി കൊടുക്കും. ഇവരാണ് ഹാർവസ്റ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. കാര്യം നമ്മളുടെ സൗകര്യവും തഞ്ചവും താളവും ഒക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉടമ്പടിനെ ചവിട്ടി പിടിക്കും, താത്തി കൊണ്ടുവരും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട്, ദൈവത്തോടുള്ള വിഷയം, അത് ചെയ്താൽ മതിയല്ല, എപ്പോഴാലും ചെയ്താൽ മതിയല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തോട് സ്നേഹം തീഷ്ണമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടും മഴയും വെയിലും ഒന്നും നോക്കാതെ, ഇപ്പം ചിലരില്ല ഞായറാഴ്ച കുർബാനയ്ക്ക് ഇല്ലേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എലി മാളത്തിൽ നിന്ന് പുറത്ത് പറന്ന് മേഘത്തോട്ട് നോക്കണ പോലെ നോക്കും, പുറത്തേക്ക് പിന്നെയും കുടയും പിടിച്ച് വരും, പുറത്തോട്ട് നോക്കും, പിന്നെ പോകാമെന്ന് നിൽക്കും, മഴ തോരട്ട എന്ന് പറയും. ഇങ്ങനെ തോർന്ന് അവരുടെ ഉദ്ദേശം എന്താ? മഴ തോർന്ന അനുസരിച്ചുകൊണ്ട് അവിടെ പ്രസംഗം തീരും, അപ്പം എത്താം. അതാണ് ഉദ്ദേശിക്കണത്. മഴയാണെന്ന് നമ്മൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കുഴപ്പമില്ല. എന്താണ്? മഴയത് കൊണ്ടല്ലേ പോണത്, കുടയില്ലല്ല. അപ്പം അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം മഴ
പമ്മുന്നനുസരിച്ചിട്ട് അവിടെ പ്രസംഗം കുർബാനയ്ക്ക് പോയെന്നുമായി മൊത്തം അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട. ഈ കള്ളക്കളികളെല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് പുറത്ത് വരും. നിങ്ങൾ പണി മേടിക്കണം നിങ്ങൾ തന്നെ കാരണക്കാരാണേ. നിങ്ങളുടെ തന്നെ കള്ളത്തരങ്ങൾ കാരണമാണ് ഉടമ്പടിയിൽ ലാഗ് ചെയ്ത് പോണത്. എനിക്ക് കാലെ പിടിച്ച് പറയാനുള്ള കാര്യം, ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പിന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തോക്കാതെ നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴാത്ത രീതിയിൽ തീഷ്ണമായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഏത് സാഹചര്യത്തിലും ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് ചാടിപ്പുറത്ത് വീണ് അപ്പോഴുണ്ട് നിങ്ങളുടെ ട്രിവാൻഡ്രം വണ്ടി നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പിടിച്ചില്ലെന്ന രീതി വണ്ടി പോയി. അപ്പോൾ ഉടനെ ഡ്രൈവറിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവിടെ നിൽക്കും. നിങ്ങളുടെ ഉടമ്പടി ധ്യാനം എല്ലാം അവിടെ വെച്ച് ഉടയും. ഉടമ്പടി നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആരാണെന്നുള്ളത് പുറത്തു വരിക്കണം സാധനം. അങ്ങനെ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? ആ വണ്ടി വിട്ടുപോയി. അതെന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടി കാത്തു നിൽക്കണം. ഞാൻ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കാത്തു നിൽക്കും ഈ വെയിലത്ത്. ആ സംഭവം നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ വരവ് വെച്ച് എഴുതി മാറ്റണം. ഇങ്ങനെയാണ് സ്നേഹത്തെ വളരണത്. പീഡിയ അല്ല ദൈവൻ്റെ തന്തയ്ക്ക് വിളിച്ചൊരു കാര്യമില്ല. മറിച്ച് എനിക്കുണ്ടായിരുന്ന ക്ലേശത്തെ അത് ആരിൽ നിന്നുണ്ടായാലും, വീട്ടിലുണ്ടായാലും വഴിയിലുണ്ടായാലും ഇവിടെ നിന്നുണ്ടായാലും, ക്ലേശമെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നോക്കുമ്പോൾ എന്താണത്? കുരിശാണ്. ക്രിസ്തു കുരിശിനെ എന്ത് ചെയ്തു? അത് മതി. അതായത് ക്ലേശമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടാക്കിയാലും കണ്ടക്ടർ ഉണ്ടാക്കിയാലും വീട്ടുകാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ക്ലേശമെന്ന് പറഞ്ഞ സാധനം എന്താ? ബേസിക്കായിട്ട് അത് കുരിശാണ്. ഈ കുരിശിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചവിട്ടൊടിക്കണേണ് അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കുരിശിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? കുരിശിൻ്റെ ആദ്യ വിശ്വാസം പറഞ്ഞില്ല. അത് ഡ്യൂട്ടിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കുരിശ് എന്ത് ചെയ്യണമെന്നുള്ള അവസാനം പറയും. എന്താണ്? കുരിശ് അപ്പായെ ഏൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണ്? അപ്പായുടെ സ്നേഹം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ മഹത്വപ്പെടട്ടെ. അപ്പ മഹത്വപ്പെടുത്തി കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പ മഹത്വപ്പെടുത്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.